എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ദീപാവലിയുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി പൂജ ചെയ്യണമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ചോദിച്ചിരുന്നു. അതിനുള്ള ഉത്തരമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലെ പൂജാസമയം അതുകൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മൾ നാരങ്ങ, ഗ്രാമ്പൂ, പച്ചക്കർപ്പൂരം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ, ഏലക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ദേവിക്ക് സമർപ്പിച്ച് പൂജ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അതിൽ ഗ്രാമ്പൂ, പച്ചക്കർപ്പൂരം, ഏലക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇന്നു മുതൽ, അതായത് 18-ാം തീയതി മുതൽ ദീപാവലി വരെ നമുക്ക് അത് തന്നെ ഭഗവതിക്ക് സമർപ്പിക്കാം എന്ന് പറഞ്ഞിരുന്നു. ദീപാവലിക്ക് ശേഷമാണ്, ദീപാവലി പൂജ അതിനു ശേഷമാണ് നമ്മൾ ഈ സാധനങ്ങൾ നമ്മൾ എടുത്തു മാറ്റേണ്ടത്. അതായത് ഗ്രാമ്പൂ, പച്ചക്കർപ്പൂരം, അതുപോലെ തന്നെ ഏലക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ. ഈ സാധനങ്ങൾ അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാം. അതായത് ഗ്രാമ്പൂ ആയാലും ഏലക്ക ആയാലും ഒക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ട് നമ്മൾ വിളക്ക് തെളിയിക്കുന്ന എണ്ണയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് വിളക്ക് തെളിയിക്കാനും പറ്റും. അത് വളരെ നല്ലതാണ്. ഇപ്പം നമ്മൾ കുറച്ച് ഏലക്കയോ അല്ലെങ്കിൽ കുറച്ച് ഗ്രാമ്പൂ ഒക്കെയോ വെക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ട്, കുറച്ചൊന്ന് പൊടിച്ചിട്ട് ഒന്ന് ചതച്ചിട്ട് ഈ എണ്ണയിലിട്ട് വെച്ചാൽ മതി. അതും വളരെ ശ്രേഷ്ഠമാണ്. ഇനി പച്ചക്കർപ്പൂരം, അത് നമ്മൾ എടുത്ത് മാറ്റണ്ട, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. കാരണം പച്ചക്കർപ്പൂരമുള്ള സ്ഥലങ്ങളിൽ മഹാലക്ഷ്മിയുടെ വാസം ഉണ്ടാകുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ പൂജാമുറിക്ക് അത് നല്ലൊരു സുഗന്ധം, നല്ലൊരു എയർ പ്യൂരിഫയറും കൂടിയാണ് പച്ചക്കർപ്പൂരം. അതുകൊണ്ട് തന്നെ അത് നല്ലതാണ്, അവിടെ ഇരുന്നോട്ടെ, അതെടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല. നാരങ്ങ നന്നായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നാരങ്ങാവെള്ളം ഉണ്ടാക്കി നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്, അതിൽ തെറ്റില്ല. ഗ്രാമ്പൂ, ഏലക്കായും ഒന്നും നമ്മുടെ അടുക്കളയിലേക്ക് എടുക്കണ്ട. അത് ഒന്ന് ചതച്ച് വിളക്ക് തെളിയിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ അത് നമ്മുടെ പൂജാമുറിയിൽ തന്നെ വെച്ചിരുന്നാലും തെറ്റില്ല. ചീത്തയാകുന്ന സമയത്ത് ഒഴുക്കുള്ള വെള്ളത്തിൽ, അതല്ലെങ്കിൽ തുളസിത്തറയിലോ എവിടെയെങ്കിലും അങ്ങനെ അത് കളഞ്ഞാൽ മതി. അതല്ലാതെ നമ്മുടെ അടുക്കളയിലേക്ക് എടുത്തുകൊണ്ട് പോകണ്ട. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെച്ചാൽ മതി, അല്ലാതെ ഒരുപാടൊന്നും മേടിച്ച് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പൊതുവായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമുക്ക് പൂജാ മുഹൂർത്ത സമയം പറയാം. കേരളത്തിൽ രാത്രിയിൽ 7:40 മുതൽ 8:29 വരെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് മഹാരാഷ്ട്ര പൂനെ 7:38 മുതൽ 8:37 വരെയാണ് പൂജാ സമയം. ന്യൂഡൽഹി 7:08 മുതൽ 8:18 വരെയാണ്. ചെന്നൈ 7:20 മുതൽ 8:14 വരെയാണ്. ജയ്പൂർ 7:17 മുതൽ 8:25 വരെയാണ്. ഹൈദരാബാദ് 7:21 മുതൽ 8:19 വരെയാണ്. വെസ്റ്റ് ബംഗാൾ കൊൽക്കത്ത 5:06 മുതൽ 5:54 വരെയാണ്. ദുബായ് 7:12 മുതൽ 8:18 വരെയാണ്. ദോഹ ഖത്തർ 6:26 മുതൽ 7:33 വരെയാണ്. ഇനി ഏതെങ്കിലും സ്ഥലങ്ങളിലെ പൂജാസമയം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടൂ. ആ കമൻറ്റിന് മറുപടി ഞാൻ നൽകാം. ഇത്രയും സ്ഥലങ്ങളാണ് ഞാൻ പ്രധാനമായും നോക്കിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നാളെ നമുക്ക് 19-ാം തീയതി രാത്രി 8 മണിക്ക് നരകാസുര വധം അത് കേട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.